ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ബോട്ടി കൊണ്ടാണ്. ഇത് ബീഫിൻ്റെ ബോട്ടി എന്ന് പറയും. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 കഷ്ണം ഞാൻ എടുത്ത് തിന്നു. അപ്പം മുതലേ എനിക്കിങ്ങനെ കൊതിയാവുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബീഫ് വാങ്ങുള്ളേ, അവിടെ വാങ്ങില്ല, ഏട്ടൻ്റെ അവിടെ വാങ്ങലില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴേ ബീഫ് കഴിക്കാറുള്ളൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഏട്ടൻ വാങ്ങിക്കൊണ്ട് തരും. അപ്പോൾ അച്ഛനോട് ഇന്നിങ്ങനെ മേടിച്ചിട്ട് വരാൻ. അങ്ങനെ പൊറോട്ടയും ഇതും മേടിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ ഇത് വൃത്തിയാക്കുമ്പം നല്ല ചൂടുവെള്ളത്തിലിട്ട് കഴുകണേ. അവർ ക്ലീൻ ചെയ്തിട്ടാണ് തരുന്നത്, പക്ഷേ എന്നാലും നമ്മൾ നല്ല ചൂടുവെള്ളത്തിലിട്ട് നല്ല കഴുകിയെടുക്കണം. പിന്നെ വിനാഗിരി ഉണ്ടെങ്കിൽ ഒഴിച്ചൊന്ന് കുറച്ച് നേരം വെക്കണം, നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് വിനാഗിരി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വെച്ചില്ല. അപ്പം ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി മിക്സിയിൽ അരച്ചിട്ടുണ്ട്. ഇവിടെ കുരുമുളക് പൊടി കഴിഞ്ഞിരുന്നു, അപ്പം ഞാൻ കുരുമുളക് പൊടിച്ച മിക്സീൻ്റെ ജാറിൽ തന്നെ കേട്ടോ ഇത് അരയ്ക്കാൻ പോണത്. അപ്പം എന്താണെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത് അതിൻ്റെ പൊടിയാണ്. അപ്പം ഞാൻ നല്ല അതൊന്ന് പേസ്റ്റ് രൂപത്തിലില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറിൽ. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബോട്ടിയിലേക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ അടങ്ങിയ ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, നമ്മൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പൊടീൻ്റെ അളവൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാനറിയില്ല കേട്ടോ. ഞാനൊരു സുമാറിലങ്ങ് എടുത്തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടിയും പിന്നെ കുറച്ച് ബീഫ് മസാലയും അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടങ്ങ് മിക്സാക്കി. പിന്നെ ഞാനിന്ന് വിചാരിച്ചിരിക്കുന്നത് കുരുമുളക് പൊടി ഇട്ട് വരട്ടി വയ്ക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല അങ്ങ് മിക്സാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചങ്ങ് മിക്സാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉപ്പിടാൻ മറന്നുപോയത് ഓർത്തത്. അപ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി അങ്ങ് എടുത്തു കേട്ടോ. കൈ കൊണ്ട് വെച്ച് നല്ല ഇളക്കി അങ്ങ് യോജിപ്പിച്ച് ആ മസാലയൊക്കെ ആ ഇറച്ചിയിലേക്ക് പിടിക്കാൻ പാകത്തിന് നല്ല ഇളക്കി അങ്ങ് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുത്തത് കേട്ടോ. കുക്കറിൽ വേവിക്കണം, ഇത് കുറച്ച് വേവുള്ള സാധനമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കഴുകുമ്പോൾ. എൻ്റെ അടുത്ത് വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലോട്ട് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നാരങ്ങ പിഴിഞ്ഞതും കൂടെ അതിൻ്റെ നീരൊക്കെ കൂടെ അതിന് പിടിക്കാൻ പാകത്തിന് കൈ വെച്ച് ഒന്നും കൂടെ നല്ല മിക്സാക്കി എല്ലാം കൂടെ നാരങ്ങ നീരൊക്കെ എല്ലാ കഷ്ണത്തിലോട്ട് എത്താൻ പാകത്തിന് നല്ല ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിലൊരു 10-12 വിസിൽ വരുത്തിയിട്ടുണ്ട്. ആദ്യം ഒരു 6-7 വിസിൽ വരുത്തി നോക്കി കേട്ടോ എങ്ങനെയാണെന്ന്. പക്ഷേ എന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ഞാനൊരു 5-6 വിസിലും കൂടെ വരുത്തിയിട്ടുണ്ട്. പിന്നെ കുക്കറിലോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സവാളയും ഒരു തക്കാളിയും കൂടെ അതിലോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിന് കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഒരു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കുക്കർ മൂടി വെച്ച് അത് വേവിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞാനതിങ്ങ് അത് വേകുമ്പോഴത്തേനും ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ആകപ്പാട് 3 സവാളയാണ് മൊത്തം എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവാള അങ്ങ് മൂപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് പിന്നെ അതിലോട്ട് ശകലം ഉപ്പും, നമുക്ക് ഉപ്പ് ആദ്യം അതിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ ചിക്കനിലൊക്കെ പിടിക്കാൻ പാകത്തിന്, ഉള്ളിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല വഴറ്റി അങ്ങെടുത്ത് അതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും ആ പേസ്റ്റ് ഇതിലോട്ട് എടുത്ത് കൊടുക്കണേ. നമ്മൾ പാകത്തിനനുസരിച്ച് നമ്മൾ എത്രയാണോ സാധനം എടുക്കുന്നത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് അളവൊന്നും ഇങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തിന് പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഏകദേശം ഉള്ളിയൊക്കെ ആ മസാല അങ്ങ് മൂത്തങ്ങ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, നമ്മൾ ഉള്ളിക്ക് ആവശ്യമുള്ള
മഞ്ഞൾപ്പൊടിയും ഞാൻ ആദ്യം അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതിൽ ശകലം ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, എന്നാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മളെ ചിക്കൻ മസാല, അങ്ങനെ എല്ലാം കൂടി ഇട്ട് നല്ല വരട്ടി അങ്ങ് എടുക്കുന്നുണ്ട് ഇത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് എണ്ണേൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ, ചാനലിൽ പുതിയതായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ ഇതിലെന്തെങ്കിലുമൊക്കെ കുഴപ്പമോ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് വയ്ക്കുക, എങ്ങനെയൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവരുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണ് വയ്ക്കുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ എന്നാണ് പറയുന്നത് കേട്ടോ, ഇത് മാറിപ്പോയതാണേ. ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ, മസാലയൊക്കെ അതിലോട്ട് പിടിക്കാൻ പാകത്തിന്. അങ്ങനെ ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മസാലയിലേക്ക് നമുക്കതൊന്ന് തട്ടി കൊടുക്കുക, എന്നിട്ട് നല്ല ഇളക്കി നല്ല വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും പിന്നെ നമ്മളൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്തു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവൊക്കെ പിടിക്കാൻ പാകത്തിന് നല്ല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. പിന്നെ ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് തീ ഓഫ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് എടുത്ത് വെക്കുക. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ അച്ഛൻ പൊറാട്ട കൊണ്ടുവന്നിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഞങ്ങളിത് കഴിച്ചത് കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.